ഇവരിത് ഇന്നോ ഇന്നലെയോ അല്ല തുടങ്ങിയത്. ഞാനും ടാറ്റ നെക്സോൺ 2017 വന്നു, 18 ഞാനത് ഓടിക്കേണ്ടതായിട്ട്. അവിടുന്ന് അങ്ങോട്ട് ഫ്രണ്ടായിട്ടുള്ള സോനു അവൻ AMT വാങ്ങിയപ്പോൾ അതും ഓടിച്ച് വീഡിയോ ഉണ്ടാക്കുന്നുണ്ട്. 2020 അതിനൊരു ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ അത് നമ്മൾ ഓടിക്കേണ്ടതുണ്ട്. അതും എക്സ്റ്റെൻസീവിൽ ഓടിക്കേണ്ടതുണ്ട്, പല മോഡലുകൾ ഓടിക്കേണ്ടതുണ്ട്, അത് ടർബോ പെട്രോൾ ഡീസലൊക്കെ ഓടിക്കേണ്ടതുണ്ട്. പിന്നെ സുഹൃത്തിന് ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ജങ്കാർ കയറ്റിയിട്ട് ഈ വണ്ടി കൊണ്ട് ഫോർട്ട് കൊച്ചി പോയിട്ടുണ്ട്, അവിടെ കറങ്ങി നടത്തുന്നുണ്ട്. അതായത് ഈ വണ്ടി എൻ്റെ കയ്യിൽ ലോങ് ടൈം ആയിട്ട് കുറേ കാലം ഉണ്ടായിരുന്ന ഒരു വണ്ടിയാണ്, ഡീസലാവട്ടെ പെട്രോൾ ആവട്ടെ. ഡീസൽ നെക്സോൺ എന്ന് പറയുന്നത് ലൈറ്റ് ക്ലച്ചൊക്കെ ആയിട്ട് ഓടിക്കാൻ സുഖമായിട്ട് എനിക്ക് ലൈഫ് കുറച്ചുകൂടി ഈസിയായ വണ്ടിയാണ്. ഞാൻ പഴയന്നൂരും കുത്താമ്പള്ളി അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ഈ വണ്ടിയായിട്ട് പോകേണ്ടതുണ്ട്, ലോങ് ആയിട്ട് ഓടിച്ചിട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ട് 2023 ഇവർ ഇതിൻ്റെ ഫേസ് ലിഫ്റ്റ് ഇറക്കുന്നത്, അതായത് ഇപ്പോൾ വന്ന മോഡൽ. അത് രാജസ്ഥാനിലാണ് ഓടിച്ചത്. അവിടുന്ന് അങ്ങോട്ട് ഈ വണ്ടിയുടെ രൂപഭാഗങ്ങളിൽ മാറിയെങ്കിലും പവർ ട്രെയിനിൽ കാര്യമായിട്ട് മാറ്റണ്ടായിട്ടില്ല. പിന്നെ പെട്രോൾ DC എൻ്റെ കൈ കിട്ടി. ഈ പെട്രോൾ DC എൻ്റെ കൈ കിട്ടിയപ്പോൾ എനിക്ക് സ്കാരി ആയിട്ടുള്ള അനുഭവങ്ങളുണ്ടായിരുന്നു, ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ട്. അവിടുന്ന് അങ്ങോട്ട് ഈ വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ CNG 2 ടാങ്കുള്ള വണ്ടി ഇറക്കുന്നത്. അത് ഓടിച്ചപ്പോൾ അതിന് CNGക്കും ടർബോ ഉണ്ടല്ലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തോന്നി. പിന്നെ ഡാർക്ക് എഡീഷൻ, കാശിരംഗ എഡീഷൻ, അങ്ങനെ എഡീഷനുകൾ ഒരുപാടുണ്ട്. ഓക്കെ, അങ്ങനെ നോക്കിയാലേ ടാറ്റ നെക്സോൺ എത്ര വേരിയൻ്റ് ഉണ്ട്? നമുക്ക് ആദ്യം ChatGPT ചോദിക്കാം. ChatGPT പറയുന്ന പ്രകാരം ഓട്ടോകാറിൻ്റെ പോലുള്ള വെബ്സൈറ്റുകളെ ആശ്രയിച്ചിട്ട് ആസ് ഓഫ് 2026 ടാറ്റ നെക്സോണിന് 44 സ്റ്റാൻഡേർഡ് വേരിയൻസ് ഉണ്ട്. ChatGPT അല്ലല്ലോ അവസാന വേർഡ്, നമുക്ക് ഗൂഗിളിനോട് കൂടി ചോദിക്കാം. അങ്ങനെ ചോദിച്ചപ്പോൾ ഗൂഗിൾ പറഞ്ഞത് ടാറ്റ നെക്സോണ് 66ഓളം വേരിയൻറ്റുകൾ പെട്രോൾ, ഡീസൽ, CNG ഓപ്ഷനായിട്ടുള്ളതാണ്. EV പുറമെയാണ്. EV കൂടി കൂട്ടിയാൽ എനിക്ക് തോന്നുന്നു അത് 100-നപ്പുറം കിടക്കേണ്ടതാണ്. ഈ വേരിയൻറ്റുകൾ മനസ്സിലാക്കാനും അത് എന്താണെന്നും അല്ലെങ്കിൽ എങ്ങനെയാണ് അത് വ്യത്യാസപ്പെടുന്നതെന്ന് മനസ്സിലാക്കാനുമായിട്ടുള്ള ഷോർട്ട് കട്ടുകളും ChatGPT തന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് വേണമെങ്കിൽ പോസ് ചെയ്തോ. ഒരു ഉദാഹരണത്തിന് പ്ലസ് എന്നാൽ കൂറെ ഫീച്ചേഴ്സ്, S എന്നാൽ സൺറൂഫ്, PS എന്നാൽ പനോരമിക് സൺറൂഫ്. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞ ഞാൻ നിങ്ങളോട് വല്ലതൊക്കെ വെറുതെ പറയാറുണ്ടോ? കാര്യമില്ലാട്ടെ, കാര്യമുണ്ട്. കാര്യം എന്താ വെച്ചാലേ ടാറ്റ നെക്സോണ് പുതിയ ഒരു എഡീഷനുമായിട്ട് വന്നേക്കാണ്. ഈ എഡീഷനിൽ 2 കളറുകളുണ്ട്, പിന്നെ കുറച്ച് മാറ്റങ്ങളും. ഇവരിതിനെ വിളിക്കുന്നത് ടാറ്റ നെക്സോൺ കാമോ എഡീഷൻ എന്നാണ്. പുതിയ നെക്സോണിൻ്റെ കാമോയിൽ വന്നിട്ടുള്ള 2 കളറുകൾ ഒന്നാണത്. ഇത് കൂർഗ് ക്ലൗഡ്സ് ആണ്, കൂർഗ് ക്ലൗഡ്. ഇതിൽ പുറത്തുള്ള വ്യത്യാസം എന്ന് പറയുന്നത് കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു കാമോ ബാഡ്ജാണ്. അത് വണ്ടിയുടെ കളർ തന്നെയാണ്. വീലുകൾ മാറ്റില്ല, സെയിം വീലാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും MRFൻ്റെ ടയർസ് അടങ്ങുന്നത്. അതിൻ്റെ അലോയ് ഡിസൈൻ കണ്ടില്ലേ. നെക്സോണിൽ പനോരമിക് സൺറൂഫ് ഉണ്ട്. അത് പുതിയ കാര്യമല്ല, എന്നാലും പറഞ്ഞു തന്നുള്ളൂ. ഇതാ കാമോ. ഇത് CNG ആണ്. CNGയുടെ ടാങ്ക് എവിടെയാ? ഒരു മിററൊക്കെ വെച്ചിട്ടുണ്ട്. ആ ടാങ്ക് ഉള്ളിലായതുകൊണ്ട് വീലാണ് താഴത്ത്, വീലും എക്സോസ്റ്റ് സ്ട്രിപ്പും കാണാം, കണ്ടില്ലേ. അപ്പോൾ ടാങ്ക് എന്ന് പറയുന്നത് ഈ ലഗേജിന് അടിയിലാണ്. അപ്പോൾ ടാങ്ക് വെച്ചാലും ലഗേജ് വെക്കാനുള്ള സ്ഥലം ഉണ്ടെന്നാണ് പറയുന്നത്. ഈ 2 പെട്ടിങ് എടുത്ത് മാറ്റി വയ്ക്കാം, ചുമ്മാ ഒരു രസമല്ലേ. അങ്ങനെ എടുത്ത് മാറ്റി ലിഫ്റ്റ് ചെയ്താൽ ഇവിടെ നമുക്ക് ടാങ്ക് കാണാം. ടാങ്ക് എന്താ കാണാത്തത്? യെസ്, ടാങ്ക് കാണാം. ഈ 2 ടാങ്കുകൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് ലഗേജ് വെക്കാനുള്ള ഒരു സ്ഥലം കിട്ടാൻ ചാൻസ് വന്നത് സ്പെയർ വീല് താഴെ കൊടുത്തോണ്ടാണ്. ഈ നെക്സോണിൻ്റെ വൈപ്പർ മെക്കാനിസം ഉണ്ടല്ലോ, അത് എപ്പോഴും എനിക്ക് ഇഷ്ടമാണ്. അത് എക്സൈറ്റ് ചെയ്യുന്നുണ്ട്, നല്ലതാണ്. ഫാസ്റ്റ് സെൽഫുണ്ട് നെക്സോൺ ഐസി. ഈ വണ്ടിയിലെ 360 ഡിഗ്രി ക്യാമറ ഉണ്ട്. ഈ ക്യാമറയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ക്യാമറ റെക്കോർഡറാണ്. ഈ ക്യാമറ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ, ഈ 4 ക്യാമറയുടെയും ഒരു റെക്കോർഡിങ് നമുക്ക് കിട്ടും. ഇപ്പം നമ്മൾ സാധാരണ ഡാഷ് ക്യാം പോലെ തന്നെയാണ്. അതായത് ഇടിയോ അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റോ നടക്കുന്നതിൻ്റെ ഒരു 3 മിനിറ്റ് മുമ്പേ ഇത് റെക്കോർഡ് ചെയ്യും, 2 മിനിറ്റ് എക്സ്ട്രാ അങ്ങോട്ട് റെക്കോർഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്കതിന് മുന്നേ ഉള്ള വിഷയം കിട്ടും. അതായത് ഓൾ ടൈം റെക്കോർഡ് കൊണ്ടിരിക്കുകയാണല്ലോ വേണമെങ്കിൽ. പിന്നെ അതിൽ ഫുൾ ടൈം റെക്കോർഡിംഗ് കൊണ്ട് CCTV പോലെ. ഓക്കെ, അത് ഐറ ആപ്പിലോ അല്ലെങ്കിൽ ആപ്പിലൊന്നും കാണാൻ പറ്റില്ല, നമ്മുടെ സാധാ ഡാഷ് ക്യാം പോലെ തന്നെയാണ്. ഈ 12.3 ഇഞ്ചിൽ ഈ ക്യാമറ മാത്രമല്ല, പിന്നെ ഹർമൻ്റെ ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡൊക്കെ ഉള്ള സിസ്റ്റമാണ്. വയർലെസ് ആണ്. സൗണ്ട് ഡെമോ ഒക്കെ നമ്മൾ കണ്ടിട്ട് ഒക്കെ ഇതിനകത്ത് കാണാം. പിന്നെ സറൗണ്ട് വ്യൂ. ഈ സറൗണ്ട് വ്യൂ ക്യാമറ ആണല്ലേ, 3D വ്യൂ. അതിൻ്റെ കൂടെ 10.25 ഇഞ്ച് ക്ലസ്റ്ററാണ്. ഈ ക്ലസ്റ്ററിനകത്ത് നമ്മൾ നെക്സോണിൽ മറ്റുള്ള ടോപ്പ് എൻഡ് മോഡൽ കണ്ട കാര്യങ്ങളൊക്കെ കാണാം. ടയർ പ്രഷർ മോണിറ്റർ സിസ്റ്റം ഉണ്ട്, നാവിഗേഷൻ ഡിസ്പ്ലേ ഉണ്ട്, മീഡിയ ഡിസ്പ്ലേ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കൂടാതെ ഓക്കെ ടു സെറ്റിങ്സ്, നമുക്ക് അതിൻ്റെ ഡയൽ വ്യൂ കാര്യങ്ങളൊക്കെ മാറ്റാം, ഇലുമിനേഷൻ്റെ ബ്രൈറ്റ്നസ് മാറ്റാം, കണ്ടോ. ഓക്കെ, ഇതൊക്കെ ഇതിനകത്തുണ്ട്. ഇനി വ്യൂ എന്ന് മാറ്റുമ്പോൾ നമുക്ക് അതിൻ്റെ തീം ഇങ്ങനെ മാറ്റിയിട്ട്
ഇഷ്ടമുള്ള തീമിലാക്കാനും പറ്റും. ഓക്കെ, ഫൺ ഫാക്ട്, ദേ ആ നിൽക്കുന്ന വൈപ്പറിൻ്റെ ഒരു സംഗതി കണ്ടില്ലേ, അത് നമ്മൾ പല വണ്ടിയിലും കണ്ട് കർവ്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു USB കുത്തിയിട്ടുണ്ട്. ഈ USB കുത്തിയേക്കുന്നത് അതെന്തിനാ? പാട്ട് കേൾക്കാനല്ല, അത് ഡാഷ് ക്യാമിലെ എക്സ്ട്രാ മെമ്മറിയാണ്. ഇതിനകത്ത് ഇൻറ്റേർണൽ മെമ്മറി ഉണ്ട്, കൂടാതെ എക്സ്റ്റേണൽ മെമ്മറി കണക്ട് ചെയ്യാം. AC ഓട്ടോമാറ്റിക് AC ആണ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അതുപോലുള്ള കാര്യങ്ങളുണ്ട്. ഇതാണ് കീ എന്ന് പറയുന്നത്, വ്യത്യാസമില്ല. വയർലെസ് ചാർജിങ്, ആംബ്രസ്റ്റ്. ടാറ്റ മോട്ടോഴ്സിൻ്റെ കാമോ എഡിഷൻ, അതായത് 3 ആർമിസ്റ്റും കൂർക്ലൗഡും, ഈ 2 കളറിലെ വണ്ടിയിലും ക്രിയേറ്റീവ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്രിയേറ്റീവ് വേർഷൻ മുതലാണ്. അതിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് 9,99,000 രൂപയ്ക്കാണ്, അതായത് 99,000 രൂപയ്ക്കാണ്. അത് എനിക്ക് തോന്നുന്നു പെട്രോൾ മാനുവലാണ്. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്, മാനുവൽ, ഡീസൽ, പെട്രോൾ, CNG, ഇത്രയും കാര്യങ്ങൾ കാമോ എഡിഷനിൽ കാണാം. ഈ വരുമ്പോൾ ഒന്ന് കണ്ടാൽ വരാൻ ചാൻസ് ഉണ്ട്, വരാൻ ചാൻസ് ഉണ്ട്, വന്നിട്ടില്ല. പിന്നെ പനോരമിക് സൺറൂഫ് ഈ വേണ്ട പ്രത്യേകതയാണ്. ഓക്കെ, ടോപ്പ് എൻഡ് മോഡലാണ് എങ്കിലും ഈ സ്ക്രീൻ ഇൻ്റഗ്രേഷനും അല്ലെങ്കിൽ ഈ ഒരു ക്ലസ്റ്ററും അതുപോലെ ഈ പറഞ്ഞ 9.99 ലക്ഷം രൂപ വിലയും അല്ലെങ്കിൽ ഈ കളറുകളും കാണിക്കാൻ വേണ്ടിയാണ് ടാറ്റ മോട്ടോഴ്സ് നമ്മളെ വിളിച്ചത്. അതായത് ഒരു വണ്ടിക്ക് ഇത്രയും വേരിയൻറ്റ് ടാറ്റയ്ക്ക് കൊടുക്കാമെങ്കിലേ അത് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഡൽഹി വരെ ട്രാവൽ ചെയ്യുന്നത് തെറ്റില്ലാത്തതുകൊണ്ട്. പക്ഷെ ഒറ്റ പ്രശ്നം, രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ പറഞ്ഞാൽ ഹെക്റ്റിക്കാ. പക്ഷേ ഈ ഫ്ലൈറ്റിലുണ്ടേ എന്ത് സുഖമല്ലേ, നമ്മൾ ഡൽഹിക്കാണ് പോകുന്നത്, രാവിലെ വരുന്നത് വൈകുന്നേരം. ഒറ്റ ദിവസം കൊണ്ട് പോയി വരാവുന്ന ദൂരമായിട്ട് ഡൽഹിയും കേരളമൊക്കെ മാറിയിട്ടുണ്ട്. അത് ശരിക്കും കൊള്ളാം. ഞാൻ ഇരിക്കുന്ന ഒരു ഡിസയർ ആണ്, ഇത് 2ാം ജനറേഷൻ ഡിസയർ ആണ്. ഇതിൽ നമ്മുടെ എന്താ പറയുക CNG ഉണ്ട്, CNG ഉള്ള വണ്ടിയാണ്. ഡൽഹിയിൽ CNG കൂടുതൽ, ഡൽഹി കുറേ വണ്ടികൾ CNG ആണ്, പെട്രോൾ ഡീസലൊക്കെ കുറവാണ്, അറിയാലോ. ഓട്ടോണമിക് മിററും അല്ലെങ്കിൽ ഇവിടുത്തെ കണ്ണാടിയും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട്. ഇവിടുത്തെ ലൈറ്റ് എന്ന് പറയുന്നത് LED ആണ്. അതുപോലെ പനോരമിക് സൺറൂഫിൻ്റെ ഒരു കാര്യം കാണാം. പിന്നെ ഇത് പ്രസ് ചെയ്താൽ നമുക്ക് അപ്പ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉള്ളതാണ്. ഇവിടെ ഒരു ടിക്കറ്റ് ഹോൾഡറേ കാണുള്ളൂ. പിന്നെ ഇതാ സ്പീക്കേഴ്സ് ഉണ്ട്. ഇതും ഹർമൻ കാർഡിൻ്റെ സിസ്റ്റമാണ്. ഇനി ഗ്ലോ ബോക്സിനകത്ത് പ്രത്യേകത ഒന്നും കൊടുത്തില്ല, അതായത് കൂളിംഗ് ഫംഗ്ഷൻ ഒന്നും കൊടുത്തില്ല. ഇവിടെ ഒരു കടുവയുണ്ട്, അത് ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. ഇതാ കൂളിംഗ് ഫംഗ്ഷൻ ഉണ്ടോ? കൂളിംഗ് ഫംഗ്ഷൻ ഉണ്ടോ? ഇല്ല. ഈ പെഡലുകളുടെ ഒരു സ്ഥല വിന്യാസത്തിൽ എന്തൊരു വ്യത്യാസം തോന്നില്ലേ, ടോട്ടൽ പെഡലാണ്. ഓക്കെ, അപ്പോൾ ടാറ്റ മോട്ടോഴ്സ് കാമോ എഡിഷൻ നെക്സോണ് വേണ്ടി ലോഞ്ച് ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ എത്തുന്ന ചുരുക്കം എന്ന് പറയുന്നത്. അതിലെ മാറ്റങ്ങൾ എക്സ്റ്റീരിയർ കളറും കാമോ, അതായത് അതേ കളറിലെ കാമോ ബാഡ്ജാണ്, വേണമെങ്കിൽ വായിച്ചോ എന്നുള്ള മൈൻഡാണ്. അതുപോലുള്ള കാര്യങ്ങളാണ്. പെട്രോളും ഡീസലും ഉള്ള വണ്ടിക്ക് CNG 2 ടാങ്കാണെന്നുള്ളതും അതിൻ്റെ താഴെയാണ് വീൽ എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും കൂടുതലായിട്ട് പറയണ്ട. പക്ഷേ ക്രിയേറ്റീവ് വേർഷനിൽ തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കാമോയുടെ ഒരു ഗുണം എന്ന് പറയുന്നത്. 10 ലക്ഷം രൂപ താഴെ എക്സ്ഷോറൂം പ്രൈസ് ആണെങ്കിലും ഒരു ഫുള്ളി പാക്കഡ് ആയിട്ടുള്ള ഒരു നെക്സോൺ കിട്ടുമെന്നുള്ളത് ഗുണമായിട്ട് കാണാവുന്നതാണ്. അതാണ് ഈ വണ്ടിയുടെ ഒരു ഗുണം അല്ലെങ്കിൽ ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഇവരുടെ CNGയും അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ഇലക്ട്രിക്കും അല്ലെങ്കിൽ ആ ഒരു പെട്രോൾ ഡീസലും അങ്ങനെ എല്ലാം ഉള്ള ഒരു പവർ ട്രെയിനൊക്കെ ഉള്ള വണ്ടിയാണ് നെക്സോൺ. ഇന്ത്യയിൽ നെക്സോൺ ആദ്യ ഒരു വിൽപ്പനയിൽ ആദ്യം എത്താൻ അല്ലെങ്കിൽ ആദ്യ ലിസ്റ്റുകളൊന്നായിട്ട് എത്താൻ തന്നെ കാരണം ഈ ഓപ്ഷൻസുകളൊക്കെ തന്നെയാണ് അല്ലേ. ഇതാണ് നെക്സോൺ CNGയുടെ എഞ്ചിൻ ബേ. CNG ആയതുകൊണ്ട് മാത്രമാണ് എഞ്ചിൻ ബേ കാണിച്ചത്. അതാണ് റെഗുലേറ്റർ കേട്ടാ. ഇതേ സ്മാർട്ട് ചാർജർ, ടിക്കിൾ ചാർജറാണത്. എന്തിനറിയോ, ബാറ്ററി ചാർജ് ഇറങ്ങി പോയിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ കൂളൻ്റ് ഉണ്ട്. ഇതാണ് അവർ എഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ. ഇതാണ് നമ്മുടെ ABS മൊഡ്യൂള്. ഇത്രയും ഫീച്ചേഴ്സാണ് കാമോ എഡിഷൻ ഉള്ളത്. കണ്ടോ, ഈ മാനുവൽ അഡ്ജസ്റ്റ്മെൻറ്റും ആ വെന്റിലേറ്റർ സീറ്റിൻ്റെ സ്വിച്ച് കണ്ടോ. റോൾസ് റോയ്സിലെ പോലെ അല്ലെങ്കിൽ മറ്റുള്ള വണ്ടികളെ പോലെ കുട സൂക്ഷിക്കാനുള്ള ഒരു സംഗതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ റീൽസ് ആണല്ലേ. ഇതൊക്കെ ടാറ്റ എന്നേ വിട്ടതാ. ഇതാണ് അംബ്രല്ല ഹോൾഡർ. അംബ്രല്ല മാത്രമേ വെക്കാവുള്ളേ. റിയർ AC വെൻറ്റും ഉണ്ട്, 2 ചാർജിങ് പോർട്ടുകളുണ്ട്. ഇതാണ് ആംറസ്റ്റ്. ഇപ്പോൾ ശരിയാക്കിയിട്ടില്ല കേട്ടോ. പിന്നിൽ കാമോ എഡിഷൻ്റെ സ്റ്റിച്ചിങ് ഇല്ല, പക്ഷെ അവിടെ ഒരു ലൈൻ കൊടുത്തിട്ട് കേട്ടോ. ഓരോ വണ്ടിയുടെ ഓരോ എഡിഷൻ ഇറക്കുമ്പോഴും അത് ഇറക്കുന്ന മാനുഫാക്ചേഴ്സിന് ഒരു കഥ ഉണ്ടാവും പറയാനായിട്ട്. ഇതിൻ്റെ കഥ എന്ന് പറയുന്നത് ബ്ലെൻഡിങ് ഇൻ ദ നാച്ചർ എന്നാണ്, അതായത് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കണമെന്നുള്ളതാണ്. 2 കളർ എന്ന് പറയുമ്പോൾ മൂന്നാർ മിഷനെ കുറിച്ച് പറയുന്നത് അത് നേച്ചറിനോട് അല്ലെങ്കിൽ കാടും മലയും ആ ഒരു സാഹചര്യത്തോടെ ഇണങ്ങി നിൽക്കുന്നതാണ്. അപ്പോൾ ഈ കൂർഗ് ക്ലൗഡ് എന്ന് പറയുന്ന സിൽവറോ ഇത് സിറ്റി അർബൻ ജംഗിളിനോട് ഇണങ്ങി നിൽക്കുന്ന പറയുന്നത്. ഓക്കെ, അങ്ങനെയൊക്കെ പറയുമ്പോഴും നെക്സോണിന് കുറേ ബെനിഫിറ്റുകളുണ്ട് കേട്ടോ. ഇപ്പോൾ നെക്സോണിൻ്റെ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് അറിയാം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വേരിയൻറ്റുകളുള്ളൊരു വണ്ടിയാണ് നെക്സോൺ. ഈ നെക്സോണിന് തന്നെ ഡീസലുണ്ട്, പെട്രോളുണ്ട്, CNG ഉണ്ട്, EV ഉണ്ട്, ഓൾ കവേർഡാണ്. അതിൽ തന്നെ ഓട്ടോമാറ്റിക് ഡീസലിന്, ഓട്ടോമാറ്റിക് പെട്രോളിന്, മാനുവലും എല്ലാത്തിനും, പെട്രോളിനും ഡീസലിനും ഒക്കെ മാനുവൽ, CNGക്കും മാനുവൽ, പിന്നെ ഇലക്ട്രിക് പിന്നെ ഓട്ടോമാറ്റിക്കാണ്, ഇലക്ട്രിക് ഇറക്കിയിരുന്നില്ല. ഓക്കെ, അപ്പോൾ എല്ലാ തരം എന്താ പറയുക ആ ഒരു ട്രാൻസ്മിഷൻ ഓപ്ഷൻസുമുള്ള, ഗിയർ ബോക്സും എഞ്ചിനും ഓപ്ഷൻസുമുള്ള ടർബോ പെട്രോളുള്ള ഒരു വണ്ടിയാണിത്. ഇത് 120 PS. അപ്പോൾ CNG ആണെങ്കിലും ടർബോ പെട്രോളാണ്. മാനുവൽ 6 സ്പീഡാണ്. അപ്പോൾ
എനിക്ക് തോന്നുന്നു ഈ വണ്ടിക്ക് കുറേ അധികം പ്രത്യേകതകളുണ്ട്. ഈ പ്രത്യേകതകളുടെ കൂടെ ഈ പറഞ്ഞ ക്രിയേറ്റീവ് എന്ന് പറഞ്ഞ വേരിയൻറ്റിൽ ക്യാം ഓഡിഷൻ ഇറക്കുമ്പോൾ പ്രൈസ് കുറഞ്ഞ് കൂടുതൽ ഫീച്ചേഴ്സ് കിട്ടുമെന്നുള്ള ഗുണം തന്നെയാണ്. മാനുവലാണെങ്കിലും ഈ നെക്സോണിൻ്റെ ക്ലച്ചൊക്കെ വളരെ ലൈറ്റാണ്. ഒരു സ്പ്രിങ്ങി ഫീൽ ഉണ്ടെങ്കിലും ലൈറ്റാണ്, ഉപയോഗിക്കാൻ വലിയ പാടൊന്നുമില്ല. അതുപോലെ 2 ടാങ്കുള്ള CNG ആണ്. സ്റ്റിൽ സ്പെയർ വീൽ ഉണ്ട്. സ്പെയർ വീൽ കൊടുക്കുന്ന അപൂർവ വണ്ടികളൊന്നാണ് നെക്സോൺ എന്ന് പറയുന്നത്. പുതിയ പ്രസ് വന്നപ്പോൾ സ്പെയർ വീലില്ല. സ്പെയർ വീൽ കോസ്റ്റ് കട്ടിങ് ആയിട്ട് പോയി. മാരുതി നേരത്തെ പറയണ്ട, കാരണം പണ്ട് ഓൾട്ടോ ഇറങ്ങുമ്പോൾ ഒരു സൈഡിൽ മാത്രം മിറർ കൊടുത്ത് മറ്റേ മിറർ ആക്സറി ആക്കിയിരുന്ന കമ്പനിയാണത്. ഓക്കെ, ചെറിയ വിലയ്ക്ക് വണ്ടി കിട്ടാണ്ട്. ഓൾട്ടോയ്ക്ക് 5.40 ഉള്ളൂ ഓട്ടോമാറ്റിക് VXക്ക്. അങ്ങനെ നോക്കുമ്പോൾ അതൊരു വാല്യൂ ആയിട്ട് കാണാം. ഏറ്റവും കുറച്ച് വിലയ്ക്ക് ഒരു മാരുതി കാറൊക്കെ അതൊക്കെ ചെയ്യേണ്ടി വരും എന്തായാലും. അതൊക്കെ പോട്ടെ. അപ്പോൾ ഈ വണ്ടിയുടെ ഗുണം എന്ന് പറയുന്നത് ഇതിനകത്ത് ക്യാം ഓഡിഷനകത്ത് ബേസ് മോഡൽ എന്ന് പറയുന്ന ക്രിയേറ്റീവ് തന്നെ ആവശ്യത്തിൽ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്നതാണ്. ഓക്കെ, ഡാഷ് ക്യാം എന്ന് പറയുന്നത് ആപ്പായിട്ട് കണ്ടു ചെയ്യാൻ പറ്റില്ല. ഡാഷ് ക്യാം എന്ന് പറയുന്നത് മൊബൈലിൽ ആക്സ് ചെയ്യാൻ പറ്റില്ല. ഡാഷ് ക്യാം എന്ന് പറയുന്നത് 360 ക്യാമറ ചുറ്റുമാണ് വണ്ടി ഓണാക്കിയാൽ ഓണാവുള്ളൂ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, എന്തൊക്കെ ആയിരുന്നാലും ഈ വണ്ടിക്ക് പ്രത്യേകതയായിട്ട് പറയാനുള്ളത് ഈ കളർ മാറ്റവും ബാഡ്ജും തന്നെയാണ്. പിന്നെ കുറേ അധികം ഫീച്ചേഴ്സും.